ഈ താനൂർ സ്വരൂപത്തിൽ താനൂരിൽ നിന്നാണ് ഈ വെട്ടത്ത് രാജാവിൻ്റെ തുടക്കമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചരിത്രപരമായിട്ട് എനിക്ക് അതിൽ പറയല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുമല്ലോ മൊഴികളിലൂടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പിന്നെ ഇവിടെ പറയുന്നു, അങ്ങനെ പറഞ്ഞ് കേട്ട ഒരു അറിവ് അതിൻ്റെ അകത്ത് ഉണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വെട്ടത്തുനാടിൻ്റെ ജീവിതം. പിന്നെ പറയാനുള്ള ആരാധനാ കേന്ദ്രങ്ങളാണ്. എല്ലാ വിഭാഗങ്ങൾക്കും ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ വിഭാഗങ്ങൾക്കും ആരാധനാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും കളരികളുണ്ടായിരുന്നു. എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാലും കാവുകളും ആരാധനാലയങ്ങളും പള്ളികളും ഈ ഒരു 18-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ ഉള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളും ചേർന്ന ഒരു നാടാണ് വെട്ടത്തുനാട്. അതാണ് ഈ സംസ്കാരത്തെക്കുറിച്ചാണ് എന്നോട് പറയാൻ പറഞ്ഞത്. ഒരു ജനകീയ സംസ്കാരം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി രാജാക്കന്മാരുടെ രീതികളുണ്ട്, അതൊക്കെ അതിൻ്റെ രീതികൾ ആയിട്ട് പോകും. പക്ഷേ ജനങ്ങൾ പ്രധാനമായും കർഷക തൊഴിലാളികളെയൊക്കെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാവുകൾ ഉണ്ടായത്. കാവുകൾ സ്വാഭാവികമായിട്ടും കർഷക തൊഴിലാളികളെ, താഴെത്തട്ടിൽ മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിലൊന്നും ആരാധനയ്ക്ക് പോവാൻ പറ്റാതെ ആരാധനാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന, അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാം, ആ മാറ്റി നിർത്തിയിരുന്ന കർഷക തൊഴിലാളി ജനത അവർക്ക് സാധിക്കുന്നതിന് വേണ്ടി അവർ തന്നെ സ്വന്തമായിട്ട് ആരാധനാമൂർത്തികളെ കണ്ടെത്തുകയും ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയും ആ ആരാധനാലയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും അവർ തന്നെ അതിൻ്റെ ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പോൾ ഭഗവതി ആട്ട് എന്ന് പറയുന്നത് ഒരു പെരുവണ്ണാൻ സമുദായത്തിൻ്റെ ഒരു കലാരൂപമായിട്ടാണ് ഇവിടെ വളർന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ ഹൈന്ദവ ജാതി ശ്രേണിയിലെ താഴെത്തട്ടിലുള്ളവർ മേലാള ജനതയ്ക്ക് അനുവദിച്ച സ്ഥലങ്ങളിൽ പോകാൻ കഴിയാത്തവർ, കൊട്ടാരങ്ങളിൽ അതുപോലുള്ള അവരൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജന്മിമാർ, ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായി താഴെത്തട്ടിലുള്ള ജനത, മണ്ണിൽ പണിയെടുക്കുന്ന, പാടത്ത് പറമ്പിൽ പണിയെടുക്കുന്ന ജനതയുടെ അവരുടേതായ ഒരു സംസ്കാരം, അവരുടെ ആരാധനാ രീതി, അവരുടെ കലാരൂപങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ നാടിനെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ സംശയങ്ങൾ വന്നാൽ അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാനുള്ളത്, നമ്മുടെ വെട്ടത്ത് നാട്ടിലുണ്ടായിരുന്നത് ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ്, ജനകീയമായ ഒരു സംസ്കാരമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സമയം എടുത്തത്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഭരതൻ സാറാണ്. നമ്മുടെ സമീപത്തുള്ള മലയാളം സർവകലാശാലയിലെ അധ്യാപകനാണ്. ഇവിടെ വെട്ടത്ത് നാട്ടിനെക്കുറിച്ചുള്ള 2 അവതരണങ്ങൾ കഴിഞ്ഞു. പ്രാദേശിക ചരിത്ര രചനാ രംഗത്തെ പ്രാദേശിക ചരിത്ര രചനയെ നമ്മളെങ്ങനെ സമീപിക്കണം, വിശിഷ്യ താനൂരിനെയും വെട്ടത്ത് നാട്ടിനെയും മുൻനിർത്തി എന്നതാണ് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം. ഭരതൻ സാറ് സാദരം ക്ഷണിക്കുന്നു. ഇപ്പോൾ കേൾക്കാം? ഓക്കെ.